പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം നമ്മൾ അതിലെ പാഠഭാഗങ്ങളിലേക്ക് ഈ ദുനിയ ബനായെ എന്നതിലെ പാഠഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം അതിലെ താലീമി സർഗർമികളൊക്കെ നമ്മൾ ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അതിലെ അവസാനത്തെ താലീമി സർഗർമിയാണ് ബാക്കിയുള്ളത്. नज़म एक नई दुनिया बनाए आपने पढ़ी है ना. इशारों की मदद से इस मौजू पर अशार लिखने की कोशिश करें. ഇഷാറകൾ കൊടുത്തത് മുഹബ്ബത്ത്, ഇസ്സത്ത്, മെഹനത്ത്, സിഹത്ത്. മുഹബ്ബത്ത്, ഇസ്സത്ത്, മെഹനത്ത്, സിഹത്ത് എല്ലാം ഹമ്മാവാസ് അൽഫാസാണ് അല്ലേ. ഹമ്മാവാസ് അൽഫാസ് അല്ലെങ്കിൽ ഹംവസിൻ അൽഫാസിലേക്ക് ഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുഹബ്ബത്ത് എന്നതിൻ്റെ അർത്ഥം സ്നേഹം എന്നതാണ്. ഇസ്സത്ത് അഭിമാനം, മെഹനത്ത് അധ്വാനം, സിഹത്ത് ആരോഗ്യം. ബനായെങ്കെ, മിഠായെങ്കെ, ജലായെങ്കെ, മിലായെങ്കെ. ഈ ഇഷാറകൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് അഷാർ എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് അവസാനത്തെ പ്രവർത്തനം. ജലായെങ്കെ എന്ന് പറഞ്ഞാൽ കത്തിക്കലാണ്. എപ്പോഴും നമ്മൾ കത്തിക്കൽ എന്താണ്? ഷമ്മുകളാണ് കത്തിക്കലേ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ മുന്നറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ അഷാറുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മുഹബ്ബത്ത് കി ഷമ്മേ ജലായെങ്കെ ഹം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എവിടെ? 6ാം ക്ലാസ്സിൽ നിങ്ങൾ 6ാം ക്ലാസ്സിൽ മുഹബ്ബത്ത് കി ഷമ്മേ ജലായെങ്കെ ഹം എന്ന ഒരു പാട്ട് പഠിച്ചത് ഓർമ്മ ഉണ്ടോ? അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. മുഹബ്ബത്ത് കി ഷമ്മേ ജലായെങ്കെ ഹം. അപ്പോൾ ഒരു വനം നമുക്ക് കിട്ടി അല്ലേ, ഒരു വരി നമുക്ക് ലഭിച്ചു. മുഹബ്ബത്ത് കി ഷമ്മേ ജലായെങ്കെ ഹം. ഇനി ഇസ്സത്തുണ്ട്, മെഹനത്തുണ്ട്, സിഹത്തുണ്ട്. കൂട്ടത്തിലടിയിൽ ബനായകെ, മിഠായകെ, മിലായകെ എന്നാണ്. മിഠായകെ എന്നതിന് എപ്പോഴും എന്താ വെച്ചാൽ മിഠായ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നതാണ്. ഒഴിവാക്കുക, ഉപേക്ഷിക്കുക, ഇല്ലാതാക്കുക എന്നൊക്കെയാണ്. തൂത്തെറിയുക എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും മുഹബ്ബത്തും ഇസ്സത്തും മെഹനത്തും സിഹത്തും അവിടെ നമുക്ക് പറ്റൂല. അവിടെ മുഹബ്ബത്തിന് പകരം നഫറത്തായാൽ നഫറത്ത് ദിലോസെ, നഫറത്ത് ദിലോസെ മിഠായെങ്കെ ഹം, നഫറത്ത് ദിലോസെ മിഠായെങ്കെ ഹം എന്ന് നമുക്ക് പറയാം. നഫറത്ത് ദിലോസെ മിഠായെങ്കെ ഹം. ഇനി നമുക്ക് മെഹനത്തുണ്ട് അല്ലേ. മെഹനത്ത് की रोटी बनाएंगे हम, मेहनत की रोटी बनाएंगे हम. इज़्ज़त के साथ मिलाएंगे हम, इज़्ज़त के साथ मिलाएंगे हम. ഇതൊരു എക്സാമ്പിളാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അൽഫാസുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ നമുക്ക് മറ്റ് വരികൾ കൂടി കൂട്ടിച്ചേർക്കാം. ഇസ്സത്ത്, മെഹനത്ത്, സിഹത്ത്, മുഹബ്ബത്ത്. ഈ ഇഷാറകളൊക്കെ ഉപയോഗിച്ച് മറ്റു രീതിയിലും നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അഷാറുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മുടെ നേരത്തെ നമുക്കുണ്ടായിരുന്ന ലഭ്യമായിരുന്ന ഒരു വരി വെച്ചിട്ട് ബാക്കി വരികൾ നമ്മൾ കൂട്ടിച്ചേർത്തതാണ്. ഇതേപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള അഷാറുകൾ എഴുതാനുള്ള പ്രവർത്തനമാണ് അവസാനത്തേത്. ദീഗർ സർഗർമി എന്ന് പറഞ്ഞാൽ ഹുബ്ബെ വത്തൻ കെ ബാരമേ ബഹുസി നസ്മേ ഹെ. രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് നസ്മുകളുണ്ട്. ഐസി നസ്മേ ജമാ കർക്കെ ക്ലാസ്മേ തറന്നും കെ സാത്ത് പേഷ് കരീം. അതുപോലെയുള്ള രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നസ്മുകൾ കളക്ട് ചെയ്ത് ക്ലാസ്സിൽ ഈണത്തിൽ ആലപിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു അധിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ പാഠത്തിൽ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.